വണ്ടി ഓടിക്കുന്നത് എന്താണോ ചെയ്യുന്നത് അത് വേണം നമ്മളെന്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ കൂടുതലും തേർഡ് വരെ ഇട്ട് പഠിക്കുക, അതുപോലെ തന്നെ തേർഡ് ആൻഡ് സെക്കൻഡ് ഇടുവരും കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക. തേർഡും സെക്കൻഡും തേർഡും ഇത് നിങ്ങൾ ഇങ്ങനെ ബൈഹാർട്ട് ആക്കിയാൽ മതി. കാരണം നമുക്ക് തേർഡിൽ നിന്ന് ഫോർത്ത് ഇടാൻ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല, അതുപോലെ തന്നെ ഫോർത്തിൽ നിന്ന് നമുക്ക് തേർഡ് ആക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. അതേസമയത്ത് തേർഡിൽ സെക്കൻഡ് ആക്കാനും സെക്കൻഡിൽ നിന്ന് തേർഡ് ഇടാനും എല്ലാവർക്കും എന്ത് ചെയ്ത് ബുദ്ധിമുട്ട് വരുന്നത്. കാരണം നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അത് ഞാൻ ഓടിച്ച് തന്നെ കാണിച്ചു തരാം. അതായത് ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് തെറ്റിപ്പോകുന്നു. അപ്പൊ നമ്മൾ സ്റ്റിയറിംഗ് തെറ്റാതെ ഗിയർ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് വാഹനം ഓടിച്ചോണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയർ ഇടാം എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നതും പറഞ്ഞു തരുന്നതും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ, അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. യൂട്യൂബ് വഴി ആണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി, വാഹനം ഓടിക്കണം അധികം ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തതിന് ശേഷം 1-2 പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടായിരിക്കും, നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റിനെ നോക്കിയാൽ തന്നെ അറിയാം, 70, 75, 80, 85 വയസ്സുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും പോലും വാഹനം ഓടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് നിങ്ങളെ ഓടിച്ച് തന്നെ കാണിച്ചു തരാം. ഞാൻ അതിനുവേണ്ടി വാഹനം സ്റ്റാർട്ട് ചെയ്തു, ക്ലച്ച് കെട്ടി, ഫസ്റ്റ് ഗിയർ കൊടുത്തു, ഹാൻഡ് ബ്രേക്ക് ഒക്കെ മാറ്റി, സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടുന്നുണ്ട്. വാഹനം പതിയെ എടുക്കുകയാണ്, ബ്രേക്കിൽ നിന്ന് പതിയെ എടുത്തു, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്തു. ഇപ്പോൾ എനിക്ക് അവിടെ ഒരു ജംഗ്ഷനാണ്, ഞാൻ പതിയെ എടുക്കുന്നു. അപ്പം ഞാൻ ഈ ഗിയർ തന്നെയാണ്, ഫസ്റ്റ് ഗിയർ തന്നെയാണ് പോകുന്നത്. ഞാൻ എന്റെ സൈഡ് തന്നെ ചേർന്നു. എനിക്ക് അവിടെ ചെന്നിട്ട് എനിക്ക് റൈറ്റ് ആണ് പോകേണ്ടത്. ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ സൈഡ് തന്നെ ചേർന്ന് പോകണം. അപ്പൊ ഞാൻ അകത്ത് ഗിയർ ഒന്നും മാറുന്നില്ല. കാരണം ഇവിടെ വരുമ്പോഴേ എന്ത് ചെയ്തു, ക്ലച്ച് ചവിട്ടി കൊടുത്തു. എന്നിട്ട് 2 സൈഡിലും നോക്കി വാഹനം ഉണ്ടോ ഇല്ല എന്നുള്ളത്. എന്നിട്ട് പതിയെ ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട്. പതിയെ അങ്ങോട്ട് ഇറങ്ങുന്നതനുസരിച്ച് പതിയെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് അങ്ങോട്ട് ഇറങ്ങുന്നത്. അപ്പൊ വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും ഇങ്ങനെ ജംഗ്ഷനുകളൊക്കെ വരുന്ന സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ വെപ്രാളം പിടിച്ച് ഗിയറുകളൊന്നും മാറാം, അതുപോലെ തന്നെ വരുന്ന ഗിയറിൽ തന്നെ എന്ത് ചെയ്യരുത്, പോകരുത്. അപ്പൊ ഞാനിങ്ങനെ ഇത് കണ്ടില്ലേ, ഇപ്പൊ ഇവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ഒരു കൺട്രോൾ ആയതിനു ശേഷം മാത്രം, അതായത് നമ്മുടെ വാഹനം എങ്ങോട്ട് പോകുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം, നമ്മുടെ സൈഡിൽ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾ സ്റ്റിയറിംഗിൽ ബലം കൊടുക്കാതെ നിന്നിട്ട് ആക്സിലറേറ്റർ കൊടുത്തു എന്ന് ഞാൻ സെക്കൻഡ് ഗിയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടില്ലേ, എന്റെ സൈഡിൽ തന്നെയാണ്, ഉറപ്പ് വരുത്തണം നമ്മൾ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഗിയർ മാറാൻ വേണ്ടി ശ്രമിക്കരുത്. ഞാൻ എന്റെ സൈഡിൽ തന്നെ അന്ന് ഉറപ്പ് വരുത്തി സ്വല്പം ആക്സിലറേറ്റർ കൊടുത്തു, ആക്സിലറേറ്ററിന് മാറ്റി, ഇപ്പൊ സ്റ്റിയറിംഗ് ബലം കൊടുക്കാതെ നിന്നിട്ട് എന്ത് ചെയ്തു, ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുത്തു. കാരണം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ വെപ്രാളം പിടിച്ച ഗിയറിലേക്ക് നമ്മൾ തൊടുന്നതുകൊണ്ടാണ് സ്റ്റിയറിംഗും തെറ്റിപ്പോകുന്നതും. ആ സമയത്ത് നമ്മൾ അറിയാതെ എന്ത് ചെയ്യും, സ്റ്റിയറിംഗിന് ബലമായി പോകുന്നു. അങ്ങനെ എന്ത് ചെയ്യും, അറിയാതെ തിരിഞ്ഞു പോകും, എങ്ങോട്ടേലൊക്കെ തിരിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗിയറുകൾ കൃത്യമായിട്ട് വീഴാത്തത്. ബാലൻസ് നല്ല നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാം, ഗിയറുകൾ നമ്മൾ ചേഞ്ച് ചെയ്യാവൂ. ഇപ്പൊ എനിക്ക് റോഡിൽ അത്യാവശ്യം തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്പേസും കുറവൊക്കെ ആയതുകൊണ്ടൊക്കെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞുകൂടെ തരേണ്ടതായതുകൊണ്ട് ഞാൻ പതിയാണ് പോകുന്നത്. ഇപ്പൊ സ്പേസ് കിട്ടുന്നതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്തു, സ്വല്പം ആക്സിലറേറ്റർ കൊടുത്തു, ആക്സിലറേറ്ററിൽ നിന്ന് മാറ്റി ക്ലച്ച് ചവിട്ടി നമ്മൾ ഗിയർ ഇടുന്ന സമയത്തൊന്നും ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മുടെ വണ്ടി കൃത്യമാണോ എന്ന് നോക്കിയിട്ട് വേണം. അല്ലാതെ നമ്മൾ തിരക്കില്ല, വണ്ടിയില്ല, ഇച്ചിരി സ്പീഡ് കൂട്ടി ഗിയർ ഇടാം, അങ്ങനെ നിങ്ങൾ കരുതരുത്. ഒരു കാരണവശാലും നമ്മുടെ സൈഡിൽ നിന്ന് മാറി എന്ത് ചെയ്യരുത്, വണ്ടി പോകരുത്. നമ്മുടെ സൈഡിൽ തന്നെ ആയിരിക്കണം, നമ്മുടെ സൈഡിൽ തന്നെ നിന്ന് സ്പീഡ് കൂട്ടി സ്റ്റിയറിംഗിന് ബലം കൊടുക്കരുത്. അങ്ങോട്ടൊക്കെ നമ്മൾ തിരിച്ചാലേ സ്റ്റിയറിംഗ് പോകത്തുള്ളൂ. അപ്പൊ നമ്മൾ ബലം കൊടുക്കുക, അതിന് എന്ത് ചെയ്യുക, ആസിഡ് സ്വല്പം കൊടുക്കുക, ആസിഡ് മറ്റേ ക്ലച്ച് ഔട്ട്, അടുത്ത ഗിയർ ഉറപ്പ് വരുത്തണം. തേർഡ് ഗിയർ എവിടെയാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആ ഗിയർ തന്നെ കൊടുക്കുക. കണ്ടോ, ഞാൻ തേർഡ് ഗിയർ കൊടുത്തു. കൊടുത്തതിന് ശേഷം നമ്മൾ ഇപ്പൊ ഏത് ഗിയറിലാണെങ്കിലും നമ്മുടെ കാല് ആക്സിലറേറ്ററിൽ ഒരു 3-4 പേപ്പറിന്റെ കനത്തിൽ കൂടുതൽ എന്തിരുത് നിങ്ങൾ വെക്കരുത്. ഇപ്പൊ ഇത്രയും ആക്സിലറേറ്റർ ഉണ്ടെന്ന് വേണ്ട എന്തിരുത്, ആക്സിലറേറ്റർ കൂട്ടി കൊടുക്കുകയൊന്നും വേണ്ട. അതുപോലെ തന്നെ നിങ്ങൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ആക്സിലറേറ്റർ ഒന്ന് എടുക്കുകയും അതുപോലെ തന്നെ കുറയുന്നതിനനുസരിച്ച് ഇച്ചിരി കൂട്ടി കൊടുക്കുക, അങ്ങനെ വേണം ചെയ്യാൻ. ഇപ്പൊ എനിക്ക് ഫ്രണ്ടിൽ ഒരു കമ്പുണ്ട്, ഞാൻ ബ്രേക്കിൽ ഒന്ന് സ്ലോ ചെയ്തു,
ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ അഡ്വാൻസ് തന്നെ കൊടുത്തു കേട്ടാ. എന്നിട്ടാണ് ഞാൻ ഹമ്പ് ചാടിയത്. കാരണം നമ്മളൊരു ഫ്രണ്ടിൽ നമ്മൾ റോഡിലോട്ട് ആയിരിക്കണം നമ്മളെ കണ്ടിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അവിടെ ഹമ്പുണ്ട്. അതിന്റെ ഫ്രണ്ട് വീണ്ടും ഒരു ഹമ്പുണ്ട്. ഞാൻ അതുകൊണ്ട് ആ സെക്കൻഡ് ഗിയർ തന്നെ പോയി ക്ലച്ച് ചവിട്ടി പതിയെ അപ്പൊ സ്പീഡ് കൂടുതലാണ് ഇച്ചിരി ബ്രേക്ക് കൂടെ കൊടുത്തു. ബ്രേക്ക് മാറ്റി ക്ലച്ച് മെല്ലെ എടുത്തു. നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. കാരണം നിങ്ങൾ കൂടുതലായിട്ട് സ്റ്റിയറിംഗിൽ ബലത്തിൽ പിടിക്കുമ്പോഴാണോ ഈ സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ തിരിക്കാതെ തന്നെ തിരിഞ്ഞു പോകുന്നത്, അതോ ബലം കൊടുക്കാതെ പിടിക്കുമ്പോഴാണോ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പൊ നമ്മള് നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ അവിടെ പ്ലെയിനായ സ്ഥലത്തോ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ കയറി നിങ്ങൾക്ക് തെറ്റുന്നവരെ ഇങ്ങനെ കയറിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ സൈഡ് തന്നെ ചേർന്ന് അപ്പൊ സ്റ്റിയറിംഗിന് ബലം കൊടുക്കാതെ ഇങ്ങനെ നിങ്ങൾ ഓരോ ഗിയർ ഇവിടെ കിടക്കാൻ നിങ്ങൾ മനസ്സിലാക്കി വേണം. അല്ലാതെ നമ്മൾ വെപ്രാളം തിരിഞ്ഞു വരുന്ന നമ്മൾ എന്ത് ചെയ്യും, ഗിയറുകളോട് പിടിച്ചിട്ട് ഏത് ഗിയർ ഇടുന്നൊരു ധാരണയില്ല. അത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, വണ്ടി ഗിയർ വീഴാൻ താമസം. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ തേർഡ് ഗിയർ ഇടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് തേർഡ് ഗിയർ 2 സെക്കൻഡ് അവർ നോക്കിയിട്ട് വീഴുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, വേറെ ഏതെങ്കിലും ഒരു ഗിയർ വലിച്ചു വാരിയിടും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം നിങ്ങൾ കൃത്യമായിട്ട് ഗിയറുകൾ എവിടെയാണ് കിടക്കുന്നതെന്ന് കൃത്യമായിട്ട് ഒരു ധാരണയും ബോധ്യം ഇല്ലാത്ത ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ ഞാൻ നേരത്തെ പല വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, വണ്ടി ഓടിക്കുന്നത് എന്താണോ ചെയ്യുന്നത് അത് വേണം നമ്മളെന്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് നേരെ നോക്കിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗിയറുമായിട്ടുള്ള പ്രാക്ടീസ് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം. നമ്മൾ വീട്ടിൽ തന്നെ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ നേരെ നോക്കിക്കൊണ്ട് തന്നെ ഗിയറുകൾ ഫസ്റ്റ് എവിടെയാ, സെക്കൻഡ് എവിടെയാ, തേർഡ് എവിടെയാ, അതുപോലെ തന്നെ നമ്മൾ കൂടുതലും തേർഡ് വരെ ഇട്ട് പഠിക്കുക. അതുപോലെ തന്നെ തേർഡ് ആൻഡ് സെക്കൻഡ് ഇടുവരും കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക. തേർഡും സെക്കൻഡും തേർഡും ഇത് നിങ്ങൾ ഇങ്ങനെ ബൈഹാർട്ട് ആക്കിയാൽ മതി. കാരണം നമുക്ക് തേർഡിൽ നിന്ന് ഫോർത്ത് ഇടാൻ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. അതുപോലെ തന്നെ ഫോർത്തിൽ നിന്ന് നമുക്ക് തേർഡ് ആക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. അതേ സമയത്ത് തേർഡിൽ നിന്ന് സെക്കൻഡ് ആക്കാനും സെക്കൻഡിൽ നിന്ന് തേർഡ് ഇടാനും എല്ലാവർക്കും എന്ത് ചെയ്ത് ബുദ്ധിമുട്ട് വരുന്നത്. കാരണം സെക്കൻഡിൽ നിന്ന് തേർഡ് ഇടാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, ഇങ്ങനെ കൈ അങ്ങോട്ട് അങ്ങ് മറിക്കും. ആ മറിക്കുന്ന സമയത്ത് എങ്ങോട്ടാ വണ്ടിയുടെ ഗിയർ പോകുന്നത്, ഏത് ഗിയറിലോട്ടാ പോകുന്നത്, ഫസ്റ്റ് ഗിയറിലോട്ട് പോകും. പ്രാക്ടീസ് അതിന് അതുപോലെ വീടുകളിൽ അവിടെ വീട്ടിൽ തന്നെ നിർത്തിയിട്ട് എന്ത് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക, തിരക്കുകളില്ലാത്ത സമയത്ത് ഇതുപോലെ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ നേരെ നോക്കിക്കൊണ്ട് ഇനിയിപ്പോ ഞാൻ ഫോർത്ത് ഇടാൻ പോവാണ്. അപ്പൊ ആസിഡ് സ്വല്പം കൊടുത്തു, ആസിഡ് മാറ്റി ക്ലച്ച് ചവിട്ടി ഫോർത്ത് ഗിയർ എവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇട്ടു. അപ്പൊ ആ സമയത്തൊന്നും ഞാൻ എന്ത് ചെയ്തില്ല, എന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാറുന്നില്ല, അപ്പൊ സ്റ്റിയറിംഗ് ബലവും കൊടുക്കുന്നില്ല. അപ്പൊ കൃത്യമായിട്ട് തന്നെ ഗിയർ ഇടാം. അതുപോലെ എനിക്ക് ഡൗൺ ആക്കേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ ഡൗൺ ആക്കി കാണിച്ചു തരാം. ആസിഡ് ഒന്ന് മാറ്റി ബ്രേക്കിൽ ഒന്ന് സ്ലോ ചെയ്തു, അന്നേരം ഞാൻ ഇതില്ല, എന്റെ സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാറുന്നില്ല, ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ ആക്കി കൊടുത്തു കേട്ടാ. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ സ്പീഡ് കൂട്ടി ക്ലച്ച് കാലെടുത്തിട്ട് അങ്ങനെ ആസിഡ് സ്പീഡ് കൊടുത്തിട്ട് അന്നേരം ഒന്നും എന്റെ സൈഡിൽ നിന്ന് പോകുന്നില്ല വണ്ടി കേട്ടാ. ആസിഡ് കൊടുത്തു, ആസിഡ് മാറ്റി ക്ലച്ച് ചവിട്ടി ഫോർത്ത് ഗിയർ കൊടുത്തു കേട്ടാ. അപ്പൊ നമ്മൾ കയ്യിൽ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. അപ്പൊ നമുക്ക് സ്റ്റിയറിംഗിൽ ബലം കൊടുക്കുന്നതുകൊണ്ടാണ് കൂടുതലാണ് എന്ത് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നത്. അതുപോലെ തന്നെ കൃത്യമായിട്ട് നമുക്ക് ആ ഗിയർ ഏത് ഗിയർ ആണ് ഇടുന്നതെന്നുള്ള ധാരണ ഇല്ലാതെ ഗിയറെ പിടിച്ച് വലിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് വ്യക്തമായി മനസ്സിലായി. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഇന്ന ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും. തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിലും ആ കമന്റ് ബോക്സിൽ ചോദിക്കാം. എന്തൊരു യൂസ്ഫുൾ ആയെന്നുള്ള കമന്റ്സ് രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.